ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, എപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടാണേലും നിങ്ങൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, കുറേ മെഡിറ്റേഷൻ ചെയ്തു, എന്നിട്ട് നമുക്ക് മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണോ, ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എല്ലാ സമാധാനവും ഉണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ല, എന്നിട്ടും നമുക്ക് ഒരു സമാധാനത്തോടെ തിരിഞ്ഞും കിടന്നും മറിഞ്ഞും ഒക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറങ്ങാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല, പകൽ സമയത്ത് ഒരു 30 മിനിറ്റെങ്കിലും സൺലൈറ്റ്, സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഉറക്കക്കുറവ് ഉള്ളത് ഒരു അസുഖമാണ്, അതിന് ഇൻസോംനിയ എന്ന് പറയും. ഇൻസോംനിയ വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസോംനിയ വരാനുള്ള കോമൺ കോഴ്സസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവുക, അതുപോലെ ഈ ജോലിയുടെ കാര്യത്തിലൊക്കെ, ജോലി സംബന്ധമായ കാര്യങ്ങളിലും മറ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ടുള്ള സ്ട്രെസ്സ് വരിക, അതുപോലെ നിങ്ങൾ കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, ഓവറായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് രാത്രി ഉറങ്ങാൻ പറ്റാതെ രാവിലെ നേരം വെളുക്കാനാവുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങി എണീക്കുന്ന ആ ഒരു സമയത്ത്, ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാവുക. അതുകൊണ്ട് കൃത്യമായി 7 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഒരു 2 പെഗൊക്കെ അടിച്ച് ഡെയിലി കിടന്നുറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും വെള്ളം അടിച്ചാലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. അതുപോലെ രാത്രി ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നതും കുറേ നേരം മൊബൈൽ ഫോണും അതുപോലെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റ് ഉപയോഗങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസോംനിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറക്കുന്ന സമയത്തും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഉറക്കം നല്ല രീതിയിൽ കറക്റ്റായിട്ട്, അതായത് 7 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരം അതുപോലെ നിങ്ങളുടെ മനസ്സ് അതിന് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഉറക്കക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രമേഹം, പൊണ്ണത്തടി, അതുപോലെ കൊളസ്ട്രോൾ, ഇങ്ങനെ നിരവധി അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ അതായത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങാതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഹെൽത്തിനെ നല്ല രീതിക്ക് ബാധിക്കും. അതായത് ഉറക്കക്കുറവ് ഭാവിയിലാണ് നിങ്ങൾക്ക് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്നതും വരുന്ന പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തടയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.